മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഈശോനാഥൻ ഇപ്പോൾ ശാലോം ടിവിയുടെ മുൻപിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കു വേണ്ടിയും ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന്. നമുക്കറിയാം, ഓരോ വ്യക്തിക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും ജീവിതത്തിൽ ഉണ്ടാകാം. പലപ്പോഴും അതൊന്ന് തുറന്നു പറയാൻ ആരുമില്ലാതെ ഹൃദയം വിങ്ങുന്ന അവസ്ഥയിലാകാം നാം ഇപ്പോൾ. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ ആരാധനയുടെ മുന്നിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഏതു കാര്യം മൂലമാണോ ഹൃദയം തകർന്നിരിക്കുന്നത്, ആ അവസ്ഥകളിലേക്ക് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്ന കർത്താവിന് യാതൊന്നും അസാധ്യമല്ല. ഇപ്പോൾ നമുക്ക് അലൈൻ നേഴ്സസ് മിനിസ്ട്രിയോടും ബഹുമാനപ്പെട്ട സ്റ്റാലിൻ അച്ഛനോടുമൊപ്പം ഈ ആരാധനയിൽ നമുക്ക് തീഷ്ണതയോടെ പങ്കുചേരാം. നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരും ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. നിത്യജീവന്റെ അപ്പമായ ഈശോയെ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ അവിടുന്ന് തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമായിരിക്കുവാനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ യേശയ്യാ പ്രവാചകന്റെ ദർശനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവർ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവായ ഈശോയെ, സെറാഫുകൾ നിരന്തരം പാടി സ്തുതിക്കുന്ന അവിടുത്തെ പരിശുദ്ധി അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധന്മാരോട് ചേർന്ന്, കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് ഞങ്ങളും പാടി സ്തുതിച്ച് ആരാധിക്കുന്നു.
നമുക്ക് നമ്മുടെ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സർവസൃഷ്ട പ്രപഞ്ചത്തിനെ നാഥനായ അവിടുത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 യേശുവേ മഹത്വം കർത്താവേ സ്തുതിക്കുന്നപ്പാ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 103:2. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു പൊന്നീശോയെ. ഞങ്ങൾ അവയൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ. ഞങ്ങൾക്ക് വിശ്വാസം തന്നതിനെ ഓർത്ത് നന്ദി ഈശോയെ. ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഓരോ വ്യക്തികളെയും അങ്ങയുടെ അഭിഷിക്തരെയും തിരുസഭയെയും എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. കർത്താവെ, വിശ്വസിക്കുന്ന ഒരു നേഴ്സും ലോകത്തിൽ എവിടെയായാലും ഒറ്റക്കല്ല എന്ന ബോധ്യം തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. കർത്താവെ, നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിലൂടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. കർത്താവെ, ഞങ്ങളിപ്പോൾ സ്വന്തമെന്ന് കരുതുന്ന പലതും ഞങ്ങളെ വിട്ടുപോകും ഈശോയെ. സ്വന്തമെന്ന് കരുതുന്ന എല്ലാം തന്നെ കർത്താവെ ഞങ്ങളെ വിട്ടുപോകും. പക്ഷേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം ഞങ്ങളെ പിരിയുകയില്ല ഈശോയെ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കാറ്റും കോളും ഒക്കെ ആഞ്ഞടിച്ചാലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തോണിയിൽ അമരക്കാരനായി നിറസാന്നിധ്യമായി നിറഞ്ഞ ഒരു സാന്നിധ്യമായി നിത്യസാന്നിധ്യമായി ഈശോയെ നീ കൂടെ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങൾക്ക് തണലേകാൻ നീ ഞങ്ങളുടെ വലതു ഭാഗത്തുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ച എല്ലാ നന്മകളെയും നമ്മുടെ കൈകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഈശോയെ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വചനം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. എൻ്റെ പൊന്നീശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഈശോയെ, വിശുദ്ധമല്ലാത്തതും നിർജീവങ്ങളായതും അങ്ങേക്ക് പ്രീതികരമല്ലാത്തതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈശോയെ, നീതിസൂര്യനായി അങ്ങയുടെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ കേടുപാടുകളെയും എല്ലാം ഈശോയെ അവിടുന്ന് പോക്കേണമേ. കർത്താവായ ഈശോയെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇസ്രായേലിന് പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയും. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്ന് തൊടയണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെതായ മുള്ളുകളെ, ഞങ്ങളുടെ പാപത്തിൻ്റെതായ കുറവുകളെ എല്ലാം പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയിൽ ദഹിപ്പിച്ച് കളയണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. അങ്ങയുടെ ഒരു പുതിയ ചൈതന്യം കൊണ്ട്, ഒരു പുതിയൊരു പ്രകാശം കൊണ്ട്, ഒരു പുതിയൊരു മഹത്വം കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. തിരുതരിനാത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പിതാവേ, അങ്ങയിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അങ്ങയുടെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദിവ്യകാരുണ്യമേ, അങ്ങയുടെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക്, അനുകമ്പാർദ്രമായ ഹൃദയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള 2 കോടിയിലധികം വരുന്ന നഴ്സുമാരെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു നഴ്സിൻ്റെ പോലും ആത്മാവ് നശിച്ചു പോകാതിരിക്കാനായിട്ട്, ഒരു നഴ്സിൻ്റെ പോലും കുടുംബം തകർന്നു പോകാതിരിക്കാനായിട്ട്, ഒരു നഴ്സിൻ്റെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാമത്തെ വചനത്തില് ഈശോയെ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന്. ഈശോയെ, അഗാധങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തി രക്ഷയുടെ പാറയിൽ അങ്ങ് ഉറപ്പിച്ചു നിർത്തണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഈശോയെ അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ശാപത്തിന്റെ മേല്, ഞങ്ങളുടെ രോഗത്തിന്റെ മേല്, ഞങ്ങളുടെ എല്ലാ കഷ്ടതകളുടെ മേല്, ഞങ്ങളുടെ തകർച്ചകളുടെ മേല് എല്ലാം അധികാരമുള്ള ഈശോയെ, ഈ പ്രപഞ്ച സൃഷ്ടികളുടെ മേൽ അധികാരമുള്ള ഈശോയെ, ജനങ്ങളുടെയും ജനസമൂഹങ്ങളുടെയും മേൽ അധികാരമുള്ള ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ, എല്ലാ നഴ്സുമാരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ഈശോയെ അവിടുന്ന് കരുണയായിരിക്കണമേ. നമുക്കെല്ലാവർക്കും
എല്ലാ നാമത്തെക്കാളും ഉന്നതമായി ഈശോയുടെ നാമം വിളിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാമുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 46-ാമത്തെ വചനം. ഈശോ പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു, എൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളിലേക്കും ലോകമെമ്പാടുമുള്ള നഴ്സുമാരിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളോടൊപ്പം ഇപ്പം ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല ജനത്തിൻ്റെ മേലും അങ്ങയുടെ ദിവ്യ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് ഞാൻ മറുപടി തരുമെന്ന്. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അനുഗ്രഹീതവും. കാരുണ്യവാനായ കർത്താവെ, ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഒരുക്കണമേ. ഗർഭസ്ഥ ശിശുക്കൾ മുതൽ ജീവിതത്തിൻ്റെ വിവിധ ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് അവർക്ക് ആവശ്യമായ മാനസികവും ശാരീരികവും ആത്മീയവുമായ വളർച്ച കൊടുത്ത് അനുഗ്രഹിക്കണമേ. യെശയ്യാ 54:13 ഇപ്രകാരം പറയുന്നു, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ ഈശോയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മക്കളെയും ഉത്കണ്ഠയുള്ള മക്കളെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ മക്കളും വിശുദ്ധിയിൽ നിറയട്ടെ. ഈശോയുടെ സ്നേഹത്താൽ ഓരോ മക്കളെയും നിറച്ച് അവർ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം വിശുദ്ധിയിൽ ആകുവാൻ അനുഗ്രഹിക്കണമേ. അവർ ഇടപഴകുന്ന സുഹൃത്തുക്കളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും എല്ലാം വിശുദ്ധീകരിക്കണമേ. എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 കർത്താവേ, നന്ദി ഈശോയെ, ഹല്ലേലൂയ 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 ഈശോയെ, നന്ദി നന്ദി ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമായി ലഭിച്ച ഈ പരിശുദ്ധ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. വചനം ഇങ്ങനെ പറയുന്നു, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്ത ഈശോയെ, ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഭയുടെ ഉത്തമ വിശ്വാസത്തിൽ വളർത്തി ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ.
അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ വിളനിലമായി മാറുവാൻ അനുഗ്രഹിക്കണമേ. റോമ 8:28 വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, നസ്രത്തിലെ തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രതിനിധികളായി വൈദികരെ തിരുസഭയ്ക്ക് നൽകിയ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ തലമുറകളെ ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹനാഥ, തിരുസഭയിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിശുദ്ധിയിൽ വളരുവാനും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് ദൈവവിളികൾ നൽകി വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. വിശുദ്ധ പത്രോസിനെ പോലെ ഞങ്ങളും ഈ സമയം ഏറ്റുപറയുന്നു, നാഥ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? എന്തെന്നാൽ നിത്യജീവൻ്റെ അപ്പം അങ്ങയുടെ പക്കലാണല്ലോ. അങ്ങാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പരിശുദ്ധനായ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങേ അടുത്തറിയുവാൻ, അങ്ങേ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്ന സ്നേഹനിധിയും കാരുണ്യവാനുമായ പൊന്നുതമ്പുരാനെ, എല്ലാ നേഴ്സുമാരുടെയും കുടുംബങ്ങളെ ഇതാ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളെ, വിശുദ്ധ കുർബാനയിൽ വേണ്ട വിധം പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളെ, വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള അവസ്ഥകളെ, വിശ്വാസക്കുറവിനെയെല്ലാം സമർപ്പിക്കുന്ന നാഥ, അങ്ങയുടെ വാഗ്ദാനമായ നിത്യസഹായകനെ ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ നീ അയക്കണമേ. പരിശുദ്ധാത്മാവേ, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. പ്രാർത്ഥനയും അധ്വാനവും സത്യവും നീതി സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിളയാടട്ടെ കർത്താവേ. ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ നിറയ്ക്കണമേ. തൻ്റെ ഭൃത്യനു വേണ്ടി മധ്യസ്ഥം വഹിച്ച ശതാധിപൻ്റെ വിശ്വാസം പോലെയും രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം പോലെയും തളർവാദ രോഗിയെ വഹിച്ചു കൊണ്ടുവന്നവരുടെ വിശ്വാസം പോലെയും സിനഗോഗധികാരിയായ ജായിറോസിൻ്റെ വിശ്വാസം പോലെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, അവിടുത്തെ വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഇതാ കാരുണ്യവാനായ ദൈവം, ജീവിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യമായി നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ഹൃദയവികാര വിചാരങ്ങളെ മനസ്സിലാക്കുന്നവൻ, വചനത്തിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുന്നവൻ, ആ ദിവ്യനാഥൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈശോയെ, തകർച്ചയിലായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരുടെ കുടുംബങ്ങളെയും ഞങ്ങളങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അനേകം കുടുംബങ്ങളിൽ അനുസരണക്കേടിൻ്റെ, അശുദ്ധിയുടെ, സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈശോയെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത കുടുംബങ്ങൾ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവർ, രോഗപീഡയിലായിരിക്കുന്നവർ എല്ലാവരെയും ഞങ്ങളങ്ങേ മുൻപിൽ സമർപ്പിക്കുന്നു. 1 കൊരിന്തോസ് 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും
ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ മദ്യപാനത്തിന്, മറ്റു പല തഴക്കദോഷങ്ങൾക്ക്, ലഹരി മരുന്നിന് അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് കർത്താവിനോട് കരുണയ്ക്കായി യാചിക്കാം. യേശയ്യ 59:1-2 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എല്ലാ പാപക്കുഴിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും വീഴാത്തവർക്ക് മാത്രമല്ല, വീണുപോയതിനെ ഓർത്ത് കരയുന്നവർക്കും കർത്താവിൻ്റെ മുമ്പിൽ സ്ഥാനമുണ്ട്. പൊന്നു കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ നിർവീര്യമാക്കണമേ. ജീവൻ്റെ സമൃദ്ധി നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹനാഥനായ ഈശോ, അങ്ങയുടെ സ്നേഹം എല്ലാ നേഴ്സുമാരുടെ കുടുംബങ്ങളിലേക്കും അങ്ങ് ഒഴുക്കണമേ. ഈ സമയം ആരാധനയിലായിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ തകർച്ചകളിലേക്കും കർത്താവെ അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ നന്മകളെ ഓർത്ത് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന കർത്താവേ. യേശുവേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുതനേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയുവേൻ. നമ്മുടെ മേൽ ചൊരിഞ്ഞ കരുണയെയും സ്നേഹത്തെയും ഒക്കെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നാം അനുഭവിച്ച ഈ ആനന്ദം അനുഭവിക്കാത്ത അനേകം പേരുടെ ഇടയിലാണ് നാം ശുശ്രൂഷ ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അവരിലേക്കെല്ലാം ഈശോ നൽകുന്ന രക്ഷയും സമാധാനവും പങ്കുവയ്ക്കേണ്ടവരാണ് നാം. കഴിഞ്ഞ ആഴ്ച നേഴ്സസ് ടൈമിൽ നാം കേട്ടതുപോലെ പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു നേഴ്സായി മാറിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രകാശമായി മാറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു.
അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.